ഹായ് ഗായ്സ്, വെൽക്കം ടു കോഡ് ക്രാക്കേഴ്സ്. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോണത് നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷൻ മോഡ്സിനെ പറ്റിയിട്ടാണ്. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ നെറ്റ്വർക്ക് മോഡ്സ് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഡാറ്റ ട്രാൻസ്മിഷൻ ബേസ്ഡ് ഓൺ ബിറ്റ്സ്. സിംഗിൾ ബിറ്റ് ആണെങ്കിൽ സീരിയൽ മോഡും, മൾട്ടിപ്പിൾ ബിറ്റ്സ് ഉണ്ടെങ്കിൽ പാരലൽ മോഡും ആവാം. പിന്നെ അതേപോലെ ഡാറ്റ ട്രാൻസ്മിഷൻ അസിൻക്രോണസ് ആവാം, സിൻക്രോണസ് ആവാം. നമ്മൾ ഇവിടെ പറയണത് ഡയറക്ഷൻ വെച്ചിട്ടാണ്. ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന്റെ ഡയറക്ഷൻ വെച്ചിട്ട് നെറ്റ്വർക്ക് മോഡ്സിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാ നോക്കാം. Based on the direction of data exchange, transmission mode is divided into simplex mode, half duplex mode and full duplex mode. സിംപ്ലെക്സ് മോഡ് എന്താ? ഡാറ്റ ട്രാൻസ്മിഷൻ ഒരൊറ്റ ഡയറക്ഷനിലാണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ സിംപ്ലെക്സ് മോഡ് നമ്മൾ പറയും. ഹാഫ് ഡ്യൂപ്ലെക്സ് എന്ന് പറഞ്ഞാൽ ബൈ ഡയറക്ഷനിലാണ് സെന്ററിൽ നിന്ന് റിസീവറിലോട്ടും റിസീവറിൽ നിന്ന് സെന്ററിലോട്ടും ഡാറ്റ ട്രാൻസ്മിഷൻ നടത്താം. ബട്ട് അറ്റ് എ ടൈം ഒരാൾക്ക് മാത്രമേ ഡാറ്റ സെൻഡ് ചെയ്യാൻ കഴിയുള്ളൂ. സെന്റർ ആണ് ഡാറ്റ സെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ റിസീവറിന് ആ ടൈമിൽ ഡാറ്റ ട്രാൻസ്മിഷൻ നടത്താൻ കഴിയില്ല. ഇപ്പൊ റിസീവർ ആണ് ഡാറ്റ സെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ സെന്ററിന് ആ ടൈമിൽ ഡാറ്റ സെൻഡ് ചെയ്യാൻ കഴിയില്ല. അതാണ് വൺ അറ്റ് എ ടൈം. ഓൺലി ഒരൊറ്റ ട്രാൻസ്മിഷനെ ആ ഒരു ടൈമിൽ നടത്താൻ സാധിക്കുള്ളൂ. പിന്നെ അടുത്തത് ഫുൾ ഡ്യൂപ്ലെക്സ്. ഫുൾ ഡ്യൂപ്ലെക്സ് മോഡ് എന്ന് പറഞ്ഞാൽ ബൈ ഡയറക്ഷനിലാണ്. അറ്റ് എ ടൈം രണ്ടു പേർക്കും സെന്ററിനും റിസീവറിനും ഡാറ്റ ട്രാൻസ്മിഷൻ നടത്താം. ഫുൾ ഡ്യൂപ്ലെക്സ് മോഡാണ് ഇതിൽ ബെറ്റർ പെർഫോമൻസ് നടത്തുന്ന ആള്. അതാണ് ഫുൾ ഡ്യൂപ്ലെക്സ് ആണ് കൂടുതൽ ബെറ്റർ. കാരണം അറ്റ് എ ടൈം സെന്ററിനും റിസീവറിനും ഡാറ്റ ട്രാൻസ്മിഷൻ നടത്താൻ സാധിക്കും. എന്താണ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. സിംപ്ലെക്സ് മോഡ് എന്താണ്? On a connection, only one of two devices can send while the other can only receive. രണ്ട് ഡിവൈസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഒരു ഡിവൈസസിന് മാത്രമേ അറ്റ് എ ടൈം സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ട്രാൻസ്മിഷൻ ഓൺലി ഇൻ വൺ ഡയറക്ഷൻ. The simplex mode can utilize the whole channel capacity to deliver data in only one direction. ഡാറ്റ ഡെലിവറി ഒരൊറ്റ ഡയറക്ഷനിലായതുകൊണ്ട് ഒരൊറ്റ ഡാറ്റ മാത്രമേ ആ ഒരു ടൈമിൽ പോകുന്നുള്ളൂ. അപ്പോൾ ആ ഒരു വോൾ സിസ്റ്റം കപ്പാസിറ്റി, ആ വോൾ ചാനൽ കപ്പാസിറ്റി ആ സിസ്റ്റത്തിന് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും സിംപ്ലെക്സ് മോഡ് ആകുമ്പോൾ. പിന്നെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റേഡിയോ സ്റ്റേഷൻ. റേഡിയോ സ്റ്റേഷനിൽ എന്താ, സിഗ്നൽ ഇങ്ങോട്ട് വരുന്നേ ഉള്ളൂ, നമുക്ക് ഒരിക്കലും അതിനെ ഒരു റിപ്ലൈ കൊടുക്കാൻ നമുക്ക് സാധിക്കില്ല. Radio station is a simplest channel since it sends the signal but never permits listeners to communicate back. As an example, consider a keyboard and a conventional displays. The keyboard can only provide input, whereas the display can only provide output. ഇത് വേറൊരു ഒക്കേഷൻ പറയാണ്. കീബോർഡിൽ നമുക്ക് ഇൻപുട്ട് ചെയ്യാൻ മാത്രമേ സാധിക്കുള്ളൂ, വേറെ ഡിസ്പ്ലേയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് തരാൻ മാത്രമേ ഡിസ്പ്ലേക്ക് സാധിക്കുള്ളൂ. ഇതൊക്കെ സിംപ്ലെക്സ് മോഡ്സിന്റെ ചെറിയ ചെറിയ എക്സാമ്പിൾസ് ആണ്. ഇതിന്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസും ജസ്റ്റ് ഒന്ന് നോക്കാം. ഡ്യൂറിങ് ഡാറ്റ ട്രാൻസ്ഫർ ഇറ്റ് മേക്സ് കംപ്ലീറ്റ് യൂസ് ഓഫ് ദി കമ്മ്യൂണിക്കേഷൻ ചാനൽ കപ്പാസിറ്റി. ഒരു കംപ്ലീറ്റ് ചാനൽ കപ്പാസിറ്റി കമ്മ്യൂണിക്കേഷന്റെ ടൈമിൽ സിംപ്ലെക്സ് മോഡിന് യൂസ് ചെയ്യാൻ പറ്റും. ബിക്കോസ് ഡാറ്റ ഓൺലി ഗോസ് ഇൻ വൺ വേ, ഇറ്റ് ഹാസ് എ ഫ്യൂസ് ഓർ നോ ഡാറ്റ ട്രാഫിക് കൺസേൺസ്. ഒരു വൺ ഡയറക്ഷനിലായതുകൊണ്ട് എന്താ, ഒരു ഡയറക്ഷനിൽ മാത്രമേ ഡാറ്റ പോകുന്നുള്ളൂ. തിരിച്ച് ഇങ്ങോട്ട് ഒരു ഡാറ്റ വന്നാലേ അവിടെ ട്രാഫിക് കൺസേൺസ് വരുള്ളൂ. അതുകൊണ്ട് സിംപ്ലെക്സ് മോഡിൽ എന്തില്ല, ട്രാഫിക് കൺസേൺസ് ഇല്ല. അതും ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. അടുത്തത് എന്താണ് ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് നോക്കാം. ദർ ഇസ് നോ വെയർ റിട്ടേൺ ഇൻഫോർമേഷൻ ടു ഇറ്റ്സ് ഒറിജിനൽ സോഴ്സ്. അതായത് ഒറിജിനൽ സോഴ്സിൽ നിന്ന് നമുക്കൊരു റിട്ടേൺ കിട്ടാനുള്ള മാർഗം സിംപ്ലെക്സ് മോഡിൽ ഇല്ല. അതായത് നോ മെക്കാനിസം ഫോർ അക്നോളജ്മെന്റ്. ഇപ്പം സെൻട്രൽ റിസീവറിലേക്ക് ഒരു ഡാറ്റ അയച്ചാൽ എനിക്കത് കിട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു അക്നോളജ്മെന്റ് തിരിച്ച് റിസീവർ സെൻറ്റർക്ക് അയക്കണല്ലോ. ബട്ട് അത് സിംപ്ലെക്സ് മോഡിൽ നടക്കില്ല. അതാണ് സിംപ്ലെക്സ് മോഡിന്റെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ. അടുത്തത് ഹാഫ് ഡ്യൂപ്ലെക്സ് മോഡ് എന്താണെന്ന് നോക്കാം. ഹാഫ് ഡ്യൂപ്ലെക്സ് മോഡ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഡയറക്ഷനിൽ ഒരൊറ്റ ഡാറ്റ മാത്രമേ ഒരൊറ്റ ആ ഒരു ടൈമിൽ നമുക്ക് സെൻഡ് ചെയ്യാൻ കഴിയുള്ളൂ. The station can broadcast and receive in half duplex mode but not at the same time. ഒരേ സമയത്തല്ല, പക്ഷെ ബൈ ഡയറക്ഷനിലായിട്ട് നമുക്ക് ഡാറ്റ സെൻഡ് ചെയ്യാൻ പറ്റും.
Each direction can use more capacity of the channel. ഏത് ഡയറക്ഷനിലാണെങ്കിലും നമുക്ക് ചാനലിന്റെ whole capacity നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ കഴിയും. കാരണം at a time ഒരൊറ്റ ഡാറ്റ മാത്രമേ ട്രാൻസ്മിറ്റ് ആവുന്നുള്ളൂ. In half-duplex mode, error detection is available, and if an error occurs, the receiver asks the sender to retransmit the data. രണ്ട് സൈഡ് ബൈഡയറക്ഷനിലായതുകൊണ്ട് സെൻഡർ ഇപ്പോൾ ഒരു ഡാറ്റ റിസീവ് ചെയ്താൽ അതിൽ എന്തെങ്കിലും എറർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റിസീവറിന് ഒരു അക്നോളജ്മെന്റ് തിരിച്ചയക്കാം. ഇതൊന്ന് റീട്രാൻസ്മിറ്റ് ചെയ്യണം, ഇതിൽ എറർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അതാണ് എറർ ഡിറ്റക്ഷന് ഹാഫ് ഡ്യൂപ്ലെക്സിൽ പോസിബിൾ ആണ്. അതിന്റെ എക്സാമ്പിൾ പറയുന്നത് വോക്കി ടോക്കി ആണ് പറയുന്നത്. വോക്കി ടോക്കി വൺ അറ്റ് എ ടൈം ഇൻ ബോത്ത് ഡയറക്ഷൻസ്. ബോത്ത് ഡയറക്ഷനിലും വോക്കി ടോക്കിയിൽ ബോത്ത് ഡയറക്ഷനിൽ ടോക്ക് ചെയ്യാൻ പറ്റും. ബട്ട് ഒരൊറ്റ ഡയറക്ഷനിലെ ഡാറ്റ അറ്റ് എ ടൈം ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താ നോക്കാം. During data transmission, both devices can send and receive data in half-duplex mode, which allows them to use the whole bandwidth of the communication channel. At a time, ഒരു സെൻഡറിനോ റിസീവറിനോ ആർക്കെങ്കിലും ഒരാൾക്ക് ഹാഫ് ഡ്യൂപ്ലെക്സ് മോഡിൽ ഡാറ്റ ട്രാൻസ്മിഷൻ നടത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു ചാനലിന്റെ whole bandwidth നമുക്ക് കമ്മ്യൂണിക്കേഷനിൽ യൂസ് ചെയ്യാൻ കഴിയും. ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്താ നോക്കാം. Due to the fact that one device must wait while the other sends data in a duplex mode, the data is delayed. അതായത് ഒരാൾ സെൻഡ് ചെയ്യുമ്പോൾ തിരിച്ചിങ്ങോട്ട് സെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം ആ ഡാറ്റ അത്രയും നേരം എന്താ വെയിറ്റിംഗിലായിരിക്കും. ഇതാണ് ഈ ഒരു ഹാഫ് ഡ്യൂപ്ലെക്സ് മോഡിന്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ. ഡാറ്റ ട്രാൻസ്മിഷൻ ഡിലേ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഫുൾ ഡ്യൂപ്ലെക്സ് ട്രാൻസ്മിഷൻ എന്താണെന്ന് നോക്കാം. Full duplex mode, both stations can broadcast and receive data at the same time. സെൻഡറിനും റിസീവറിനും at a time ഡാറ്റ സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും സാധിക്കുന്ന ഒരു ട്രാൻസ്മിഷൻ മോഡാണ് ഫുൾ ഡ്യൂപ്ലെക്സ് ട്രാൻസ്മിഷൻ മോഡ്. This sharing can occur in two ways. One route is used for sending and one for receiving. Both are kept separate. അതായത് സെപ്പറേറ്റ് മീഡിയത്തിലൂടെയാണ് ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കുന്നത്. ഒരു റൂട്ട് സെൻഡറിനും ഒരു റൂട്ട് റിസീവറിനും വയ്ക്കാറ്. അവിടെ എന്താണ് കപ്പാസിറ്റി, അൾട്ടർനേറ്റീവ്ലി കപ്പാസിറ്റി ഷെയർ ബൈ സിഗ്നൽസ് ട്രാവലിംഗ് ഇൻ ബോത്ത് ഡയറക്ഷൻ. കപ്പാസിറ്റി എന്താണ് ഷെയർ ചെയ്യും. ആ ഒരു ചാനലിന്റെ കപ്പാസിറ്റി രണ്ടായിട്ട് സെക്ഷൻ ആയിട്ട് ഷെയർ ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. കാരണം അറ്റ് എ ടൈം രണ്ട് ട്രാൻസ്മിഷൻസ് നടക്കുകയാണ്. രണ്ടുപേർക്കും ചാനലിന്റെ കപ്പാസിറ്റി ഡിവൈഡ് ചെയ്ത് കൊടുക്കും. When communication in both directions is necessary all the time, full duplex mode is utilized. രണ്ട് ഡയറക്ഷനിലും ഡാറ്റ കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ട കേസിലൊക്കെ ഫുൾ ഡ്യൂപ്ലെക്സ് മോഡാണ് യൂസ് ചെയ്യുക. The channel's capacity on the other hand must be shared between the two directions. ചാനലിന്റെ കപ്പാസിറ്റി രണ്ട് ഡയറക്ഷനിലേക്കും ഷെയർ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആണ് ഫുൾ ഡ്യൂപ്ലെക്സ് ട്രാൻസ്മിഷനിൽ വരുന്നത്. ഇതിന്റെ എക്സാമ്പിൾ ടെലിഫോൺ നെറ്റ്വർക്ക് ആണ് പറയുന്നത്. Allows two people to communicate over a phone line which allows both people to talk and listen at the same time. രണ്ട് പേർക്കും ടാക്ക് ചെയ്യാനും ലിസൺ ചെയ്യാനും അറ്റ് സെയിം ടൈം ഒരേ സമയം രണ്ട് പേർക്കും ടാക്ക് ചെയ്യാനും ലിസൺ ചെയ്യാനും ടെലിഫോൺ നെറ്റ്വർക്കിൽ സാധിക്കും. അതാണ് ഫുൾ ഡ്യൂപ്ലെക്സിന്റെ എക്സാമ്പിൾ. ഫുൾ ഡ്യൂപ്ലെക്സിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നോക്കാം. Two-way communication can occur in both directions at the same time. രണ്ട് ഡയറക്ഷനിലും നമുക്ക് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ് ഫുൾ ഡ്യൂപ്ലെക്സിൽ. അതായത് രണ്ട് സിസ്റ്റത്തിനും ഒരേ ടൈം ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. അത് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഇതൊരു ക്വിക്കസ്റ്റ് വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ആണ്. അതായത് ഫാസ്റ്റ് ഡാറ്റ ട്രാൻസ്ഫറിങ് ആണ് ഫുൾ ഡ്യൂപ്ലെക്സിൽ നടക്കുന്നത്. കാരണം രണ്ട് സൈഡിക്കും ഡാറ്റ ഒരേ സമയത്ത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അതുകൊണ്ട് ഡാറ്റ പെട്ടെന്ന് ട്രാൻസ്മിറ്റ് ആയി പോകും. ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ the communication channel's capacity is split into two sections. കമ്മ്യൂണിക്കേഷൻ ചാനലിന്റെ കപ്പാസിറ്റി രണ്ട് സെക്ഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും. അങ്ങനെ സിറ്റുവേഷൻ ആണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് it has inefficient channel bandwidth usage since there are two distinct and separate routes for two devices which are communicating. കാരണം ഒരു ഡാറ്റയ്ക്ക് മാത്രമായിട്ട് നമുക്ക് ചാനലിന്റെ ബാൻഡ്വിഡ്ത്ത് കൊടുക്കാൻ കഴിയില്ല. കാരണം അറ്റ് എ ടൈം രണ്ട് ഡാറ്റ റിസീവ് ചെയ്യണം സെൻഡ് ചെയ്യണം
രണ്ട് ട്രാൻസ്മിഷൻ മീഡിയം ഉണ്ട് അവിടെ. അപ്പൊ നമുക്ക് അത് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ആണ് വരുന്നത്. അതാണ് ഇതിന്റെ മെയിൻ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ. മൂന്നിന്റെയും ഡിഫറൻസ് പറയുന്ന ഒരു ടേബിൾ ആണ് കൊടുത്തിട്ടുള്ളത്. സിംപ്ലക്സിന്റെ, ഹാഫ് ഡ്യൂപ്ലക്സിന്റെ, ഫുൾ ഡ്യൂപ്ലക്സും തമ്മിലുള്ള ഒരു ഡിഫറൻസ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതിന്റെ ഡയറക്ഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ സിംപ്ലക്സ് യൂണി ഡയറക്ഷണൽ ആണ്. ഒരൊറ്റ സൈഡിലേക്ക് മാത്രമേ ഡാറ്റ ഷെയറിങ് നടക്കുള്ളൂ. അതായത് സെന്ററിൽ നിന്ന് റിസീവറിലേക്ക് മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. ഹാഫ് ഡ്യൂപ്ലക്സ് ആണെങ്കിൽ ബൈ ഡയറക്ഷണൽ ആണ്, വൺ അറ്റ് എ ടൈം. ഒരാൾക്ക് മാത്രമേ ഡാറ്റ ഷെയറിങ് പോസിബിൾ ആയിട്ടുള്ളൂ ഹാഫ് ഡ്യൂപ്ലക്സിൽ. പിന്നെ ഫുൾ ഡ്യൂപ്ലക്സിലാണെന്നുണ്ടെങ്കിൽ ബൈ ഡയറക്ഷനിലാണ് അറ്റ് എ ടൈം രണ്ടാൾക്കും സെന്ററിനും റിസീവറിലേക്കും റിസീവറിന് സെന്ററിലേക്കും ഡാറ്റ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ്. പിന്നെ സെൻഡിങ് ആണ് റിസീവിങ് ആണ്. ഡിസ്റ്റിങ് സെൻഡിങ് ആൻഡ് റിസീവിങ് ഡിവൈസസ് ഒന്നെങ്കിൽ സെൻഡറിനോ റിസീവറിനോ മാത്രമേ ഡാറ്റ ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് വൺ ഡയറക്ഷണൽ ആണ്. Both devices can send and receive but only one function at a time. രണ്ടാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഡാറ്റ ഷെയർ ചെയ്യാം, പക്ഷെ അറ്റ് എ ടൈം ഒരാൾക്കേ ഡാറ്റ ഷെയറിങ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഹാഫ് ഡ്യൂപ്ലെക്സ് എന്ന് പറഞ്ഞാൽ. പിന്നെ എന്താണ് ഫുൾ ഡ്യൂപ്ലെക്സ്? ബോത്ത് ഡിവൈസസ് ക്യാൻ സെൻഡ് ആൻഡ് റിസീവ് സൈമൾട്ടേനിയസ്ലി. രണ്ടു പേർക്കും സൈമൾട്ടേനിയസ് ആയിട്ട് ഡാറ്റ ഷെയർ ചെയ്യാൻ സാധിക്കും ഫുൾ ഡ്യൂപ്ലെക്സിൽ. പെർഫോമൻസ് പറയുകയാണെങ്കിൽ നമുക്കറിയാം സിംപ്ലക്സിനാണ് ലീസ്റ്റ് പെർഫോമൻസ്. ഹാഫ് ഡ്യൂപ്ലെക്സിന് കണ്ടന്റിങ് ബിറ്റ്വീൻ ആണ്. സിംപ്ലക്സിന്റെ ഫുൾ ഡ്യൂപ്ലെക്സിന്റെ ബിറ്റ്വീൻ ആണ് ഹാഫ് ഡ്യൂപ്ലെക്സിന്റെ പെർഫോമൻസ്. ഫുൾ ഡ്യൂപ്ലെക്സ് ആണ് ബെസ്റ്റ് പെർഫോമൻസ്. സിംപ്ലക്സിന്റെ എക്സാമ്പിൾ റേഡിയോ നമ്മൾ പറഞ്ഞു. ഹാഫ് ഡ്യൂപ്ലെക്സിന്റെ എക്സാമ്പിൾ വാക്കി ടോക്കി നമ്മൾ പറഞ്ഞു. ഫുൾ ഡ്യൂപ്ലെക്സിന്റെ എക്സാമ്പിൾ ടെലിഫോൺ നമ്മൾ പറഞ്ഞു. ഇത്രയേ ഉള്ളൂ നെറ്റ്വർക്ക് ട്രാൻസ്മിഷൻ മോഡ്സ്. Three types ഉണ്ട്: സിംപ്ലക്സ്, ഹാഫ് ഡ്യൂപ്ലെക്സ് ആൻഡ് ഫുൾ ഡ്യൂപ്ലെക്സ്. Anyway, thank you.